ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ലേണിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മൾ മെഷീൻ ലേണിങ്ങിനെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്തുള്ള ഒന്നാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. എന്താണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്? ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മെത്തേഡാണ്. എന്താണ് ഈ മെഷീൻ ലേണിംഗ് മെത്തേഡിൽ നടക്കുന്നത്? നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ഓഫ് ഡാറ്റ, അതല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള, മെയിൻലി നമുക്ക് ലാബിൽ ചെയ്തിട്ടുള്ള എന്ന് തന്നെ പറയാം, അത്തരം ഒരു ഡാറ്റയെ അല്ലെങ്കിൽ സാമ്പിൾ സെറ്റ് ഓഫ് ഡാറ്റനെ നമ്മളുടെ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കും? ഇൻപുട്ടായിട്ട് കൊടുക്കും. അതിൻ്റെ ബേസിലാണ് നമ്മൾ അതിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ അത് മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നടക്കുന്നത്. അതായത് ലേബിൾഡ് ഡാറ്റ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈമിലൊക്കെ ഡാറ്റ കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. ബിക്കോസ് ഒക്കെ വരുന്നത് എന്താണ്? ലേബിൾഡ് ഡാറ്റയാണ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഇതിനകത്ത് ഈ ലേബിൾഡ് ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഓരോ ഡാറ്റിനെ പറ്റിയും എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിന് അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേറെയും ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇത് പ്രിഡിക്റ്റ് ചെയ്യുന്നത് എക്സാക്റ്റ് ഔട്ട്പുട്ടാണോ ഇല്ലയോ നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ബിക്കോസ് എന്താണ്? നമ്മൾ ഓൾറെഡി ലാബിൽ ചെയ്ത് ഡാറ്റ അതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ സെറ്റിലുള്ള ഡാറ്റകൾ തന്നെ അതിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യാൻ കഴിയും. ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡാറ്റയെയും അത് വെച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ഡാറ്റയെയും മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇത് ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് ഇതിനകത്ത് പാസ് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഇൻപുട്ട് ഡാറ്റനെ ഔട്ട്പുട്ട് ഡാറ്റയിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അതിൻ്റെ പേര് പോലെ തന്നെ അത് സൂപ്പർവിഷൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ടീച്ചറിൻ്റെ സൂപ്പർവിഷനിലൂടെയാണ്. അതുപോലെ ഇവിടെ ലേബിൾഡ് ഡാറ്റ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ സൂപ്പർവിഷൻ പെർഫോം ചെയ്യുന്നത്. അതിലൂടെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാനും കഴിയും. അതൊന്നുകൂടെ ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കുകയും ചെയ്യും. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സ്പാം ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് അതിൻ്റെ അൽഗോരിതത്തെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ക്ലാസിഫിക്കേഷനും പിന്നൊന്ന് റിഗ്രഷനുമാണ്. ഇത്രയാണ് നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മെത്തേഡാണ്. ഇവിടെ ലേബിൾഡ് ഡാറ്റ നമ്മൾ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യും. അതിൻ്റെ ബേസിൽ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണോ ഒരു ടീച്ചറുടെ സൂപ്പർവിഷൻ വെച്ച് പെർഫോം ചെയ്യുന്നത് അതേ മെത്തേഡാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ബെസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഔട്ട്പുട്ട് എക്സാക്റ്റ് ഔട്ട്പുട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടൊക്കെ ഗെറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മളൊരു സൂപ്പർവിഷൻ്റെ ഹെൽപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ നമ്മൾ ഇതൊരു മെഷീൻ ലേണിംഗ് മെത്തേഡ് തന്നെയാണ് എങ്കിലും സൂപ്പർവിഷൻ്റെ ഒരു ഡിപ്പെൻഡൻസി ഒന്നും ഈ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് നമ്മൾ സെറ്റ് ഓഫ് ഡാറ്റനെ ഇതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക വിത്തൗട്ട് എനി സൂപ്പർവിഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു സൂപ്പർവിഷനും ഇല്ലാതെ നമ്മൾ ഈ ഒരു മെഷീൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതത്തിലേക്ക് ഇൻപുട്ടായിട്ട് സെറ്റ് ഓഫ് ഡാറ്റനെ കൊടുക്കും. ആ ഡാറ്റ ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റയല്ല, അത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡാറ്റയല്ല, അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഡാറ്റയും അല്ല. അപ്പോൾ അത്തരം ടൈപ്പിലുള്ള ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ്, അതായത് അതിനകത്ത് സൂപ്പർവൈസ്ഡ് ചെയ്തിട്ടില്ല അത്തരം ലേണിംഗ് എന്ന് പറയുന്നത്. ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റനെ റീസ്ട്രക്ചർ ചെയ്തിട്ട് ന്യൂ ഫീച്ചേഴ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതോടൊപ്പം തന്നെ സിമിലർ പാറ്റേൺസ് ഉള്ള ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് സൂപ്പർവിഷൻ ഇല്ല, ലേബൽ ചെയ്ത ഡാറ്റയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല ഉണ്ടായിരിക്കുക. നമുക്ക് ഓരോ ടൈമിലും നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ്, അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടിയാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഗോളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനെ മെയിനായിട്ട് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ 2 രീതിയിലുള്ള കാറ്റഗറീസ് ഓഫ് അൽഗോരിതംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഒന്നെന്താണ്, ക്ലസ്റ്ററിങ് ആണ്, പിന്നൊന്ന് അസോസിയേഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയൊരു ടൈപ്പും കൂടെ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്, പിന്നൊന്ന് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ടൈപ്പിലുള്ള മെഷീൻ ലേണിംഗ് മെത്തേഡ്സാണ് ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്, ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഡാറ്റനെ നമ്മൾ ഇൻപുട്ടായിട്ട് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുകയും അതിൻ്റെ ബേസിൽ അതെങ്ങനെയാണോ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡാറ്റകളും പാസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇന്നത് വരും എന്നുള്ളത്. ആ രീതിയിലാണ് ഇൻപുട്ട് ഡാറ്റനെയും ഔട്ട്പുട്ട് ഡാറ്റനെയും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പാം ഫിൽറ്ററിംഗ് ആണ്. പിന്നെ 2 രീതിയിലുള്ള അൽഗോരിതംസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു എന്ന് പറഞ്ഞു, ഒന്ന് ക്ലാസിഫിക്കേഷനും പിന്നൊന്ന് റിഗ്രഷനുമാണ്. പിന്നെ വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു സൂപ്പർവിഷൻ എന്നുള്ള മെത്തേഡൊന്നും കൊണ്ടുവരുന്നില്ല. സൂപ്പർവൈസറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ടീച്ചറുടെ സൂപ്പർവിഷൻ എങ്ങനെയാണോ ഒരു സ്റ്റുഡൻറ്റ് യൂസ്ഫുൾ ആക്കുന്നത് അതുപോലെയാണ് അവിടെയും നമ്മൾ ലേബൽ ഡാറ്റനെ പാസ് ചെയ്യുമ്പോൾ ചെയ്തിരുന്നത്. എന്നാൽ അൺസൂപ്പർവൈസറിൻ്റെ കേസിൽ ഒരിക്കലും സൂപ്പർവിഷൻ്റെ പ്രസൻസ് ഒന്നുമില്ല. ഒരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. ആ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു പക്ഷേ നമുക്ക് പല രീതിയിലും അത് എന്ത് ചെയ്യാൻ കഴിയും, മാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഒന്നുകിൽ ഇൻപുട്ട് ഡാറ്റ റീസ്ട്രക്ചർ ചെയ്തിട്ട് പുതിയ ഫീച്ചേഴ്സിലേക്ക് മാറ്റാൻ കഴിയും. അതല്ല എങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്, സിമിലർ പാറ്റേൺസ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ആ ഡാറ്റയിൽ എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയുള്ള ഇൻസൈറ്റ്സ് കൊണ്ടുവരാൻ കഴിയുക എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നത് അൺസൂപ്പർവൈസ്ഡ് ഡാറ്റയിലാണ്. ഇതിനകത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ നമ്മൾ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് ട്രെയിൻ ചെയ്യാൻ കൊടുത്തിട്ട് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് 2 രീതിയിലുള്ള കാറ്റഗറീസ് ഓഫ് അൽഗോരിതംസ് ആണുള്ളത്. ഒന്ന് ക്ലസ്റ്ററിംഗ് ആണ്, പിന്നെ ഒന്ന് അസോസിയേഷനാണ്. ഇത്രയാണ് നമ്മളുടെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. ഇനിയൊരു ടൈപ്പും കൂടെ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമിന് എത്ര മാർക്കിനാണോ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.